നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടു പോകുമ്പോൾ പലപ്പോഴും ഓരോ തടസ്സങ്ങൾ വരാറുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ ഇങ്ങനെ? ഇതിന് പിന്നില് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജകേന്ദ്രങ്ങളായ ചക്രങ്ങളിലെ തടസ്സങ്ങൾക്കൊരു പങ്കുണ്ടോ? അപ്പോൾ ഓരോ ചക്രത്തിലെയും ഈ എനർജി ബ്ലോക്കുകൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, എങ്ങോട്ടും മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല, എന്തോ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ പിടിച്ചു വലിക്കുന്ന പോലെ. ഈ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഒരു ജീവശക്തിയാണ് പ്രാണൻ. അപ്പോ ഈ ഒഴുക്കിന് ഓരോ ചക്രങ്ങളിലും തടസ്സങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചക്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മൂലാധാരം. നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും താഴെയാണ് ഇതിന്റെ സ്ഥാനം. ഇതാണ് നമ്മുടെ ഒരു ബേസ്, ഒരു ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സുരക്ഷിതത്വബോധമൊക്കെ ഇവിടെയാണ്. അപ്പോ ഈ ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഒന്ന് ഇളകിയാൽ എന്താ സംഭവിക്കുക? നമുക്കെപ്പോഴും ഒരു പേടി, ഒരു ഉത്കണ്ഠ, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ തോന്നിത്തുടങ്ങും. ശാരീരികമായി നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രതിരോധശേഷി കുറയാനും ഇത് കാരണമായേക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു സുരക്ഷിതത്വ ബോധത്തിൽ നിന്ന് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. സ്വാധിഷ്ഠാനം. ഇതാണ് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇതിന്റെയൊക്കെ ഒരു കേന്ദ്രം. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വന്നാലോ? ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മടുപ്പ്, ഒരു തടസ്സം പോലെ തോന്നും. ഭയങ്കരമായ അലസത, ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ. ചിലപ്പോ നമ്മുടെ ലൈംഗിക താൽപ്പര്യങ്ങളെ വരെ ഇത് ബാധിക്കും. ഒന്നെങ്കിൽ ഒട്ടും താൽപ്പര്യമില്ലാതാവും, അല്ലെങ്കിൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അടുത്തത് മണിപൂരക ചക്രമാണ്. നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ഒരു വിൽ പവർ, അതിന്റെയൊക്കെ ഒരു പവർ ഹൗസാണിത്. ഇവിടെ എങ്ങാനും എനർജി ബ്ലോക്കായ പിന്നെ പറയണ്ട, കോൺഫിഡൻസ് ഒക്കെ അങ്ങ് പോകും. കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇച്ഛാശക്തി ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മണ്ടത്തരായി പോവാം. ദഹന പ്രശ്നങ്ങളും ഇതിന്റെ കൂടെ കാണാറുണ്ട്. അപ്പോ വിൽ പവറിൽ നിന്ന് നമ്മൾ നേരെ ഹൃദയത്തിലേക്ക് വരികയാണ്. അനാഹത ചക്രം. സ്നേഹം, സഹാനുഭൂതി, മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ എല്ലാം ഇവിടെയാണ്. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വന്നാല് എന്താവും? നമ്മുടെ ഇമോഷൻസിന്റെ കൺട്രോള് പോകും. മനസ്സിനൊരു സമാധാനവും ഉണ്ടാവില്ല. എപ്പോഴും ഒരു ചഞ്ചലമായ അവസ്ഥ. ആരെയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ഉറക്കത്തെ വരെ കാര്യമായി ബാധിച്ചേക്കാം. ഹൃദയത്തിൽ നിന്ന് അടുത്തത് നമ്മുടെ തൊണ്ടയിലേക്കാണ്. വിശുദ്ധി ചക്രം. നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവ് ഇവിടെയാണ്. ഇവിടെ ഈ എനർജിക്കൊരു ഫ്ലോ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായൊരു ഏകാന്തത ഫീൽ ചെയ്യും. ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് വരെ പോകാം. കൂടെ എപ്പോഴും ഒരു ക്ഷീണവും ഉണ്ടാവും. അടുത്തത് ആജ്ഞാചക്രം. നമ്മുടെ പുരികങ്ങൾക്ക് നടുവിലുള്ള മൂന്നാം കണ്ണ് എന്നൊക്കെ പറയുന്ന സ്ഥലം. നമ്മുടെ ഇൻറ്റ്യൂഷൻ, ശരിയായ തിരിച്ചറിവ്, ജ്ഞാനം, ഇതിന്റെയൊക്കെ കേന്ദ്രമാണിത്. ഇനി ഇവിടെയാണ് ബ്ലോക്കെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ പലതാണ്. ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല, കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കും, വെറുതെ വാശി പിടിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, ലൗകികമായ കാര്യങ്ങളിൽ ഒരുപാട് ആസക്തി തോന്നും, പിന്നെ അഹംഭാവം, അതും ഇതിന്റെ ഭാഗമാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഊർജ്ജം എവിടെയായിരിക്കാം തടസ്സപ്പെട്ട് കിടക്കുന്നത്? ഈ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ചില തിരിച്ചറിവുകൾ നൽകിയേക്കാം.